ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 7 ആണ്. മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആശുപത്രി കിടക്കയിൽ നിന്ന് ബോധം വരുന്ന വൂസോക്ക് അങ്ങനെ എഴുന്നേൽക്കുകയും പരിക്കേറ്റ് കിടന്നപ്പോൾ ഹാൻ അങ്ങോട്ടേക്ക് വന്നതോർത്ത് അവളെ അവിടെയൊക്കെ അന്വേഷിക്കുന്നു. ഹോസ്പിറ്റലിന് പുറത്ത് ആക്സിഡന്റിന്റെ സമയത്തും നീ എങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തി, അതും യാദൃച്ഛികമാണോ എന്ന് ജോ ചോദിക്കുമ്പോൾ ഹാൻ അവളുടെ കാറിന്റെ ഡാഷ് ക്യാമറ ഫുട്ടേജ് നൽകുന്നു. ഇതേ സമയം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന യുൻഹോക്കിനെയും നോക്കി ഓഫീസർ വെളിയിൽ നിൽക്കുമ്പോഴാണ് അസിസ്റ്റന്റ് വന്ന് സോങ്സിന് അപകടം പറ്റുന്ന സമയത്ത് തന്റെ സഹോദരി യുൻഹോയ്ക്കൊപ്പമായിരുന്നു യുൻഹോക്ക് എന്നും അവരുടെ ഗ്രാമത്തിലെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലായിരുന്നു എന്നുള്ള ഫോട്ടോസ് കാണിക്കുന്നു. വൂസോക്കിന്റെ അപകടം നടക്കുമ്പോഴും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നും നമ്മൾ പോകുന്നത് ശരിയായ ദിശയിൽ തന്നെയാണോ എന്നും ഓഫീസറോട് ചോദിക്കുമ്പോൾ എന്തോ ഒന്ന് ആലോചിച്ച് ഇനി ഇവർക്ക് പിന്നിൽ വേറൊരാളും കൂടി ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ച് ഓഫീസർ യുൻഹോക്കിനെ നോക്കുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന യുൻഹോക്ക് ഹാനിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഹാനാണെങ്കിൽ വൂസോക്കിനെ കാണാനായി എത്തുമ്പോൾ അവനെ ആ ബെഡിലൊന്നും കാണുന്നുമില്ല. വൂസോക്ക് അപകടത്തിൽ പരുക്കുപറ്റി ബോധമില്ലാതെ കിടക്കുന്ന കോങ്ജിയെ നോക്കി അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയും അവിടെ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ജോയെ കാണുകയും ചെയ്യുന്നു. അവളവനോട് എന്തോ ഭാഗ്യത്തിനാണ് നീ രക്ഷപ്പെട്ടത്, ഇന്ന് നീ മരിക്കേണ്ടതായിരുന്നു, നിന്നെ അവൾ രക്ഷിക്കുമെന്നാണോ നീ കരുതുന്നതെന്നും കിമ്യൂൻജയുടെ കേസിലെ പോലെ തന്നെ അവളാണ് ഈ ക്രൈം സീനിലും ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് കറക്റ്റായുള്ള അലിബയുണ്ട്, സോ അവൾ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്നും പോരാത്തതിന് യുൻഹോക്ക് ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നുവെന്നും അവനോട് പറയുമ്പോൾ വൂസോക്കിനെ അന്വേഷിച്ച് ഹാൻ അങ്ങോട്ടേക്ക് വരുന്നു. ജോ പറഞ്ഞതിന് മറുപടിയായി ശരിയാണ്, അവൾക്ക് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല കഴിവാണെന്നും അവൾക്ക് 2-3 ഹെൽപ്പേഴ്സ് കാണാമെന്നും അവൻ പറയുമ്പോൾ തന്നെ അത് കേട്ട് സങ്കടം വന്ന ഹാൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കഴിവുണ്ടെങ്കിൽ പോലും അവൾ എന്തിനാണ് എന്നെയും കോങ്ജിയെയും കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും ഇതിനു പിന്നിൽ മറ്റാരോ ആണെന്നും പറയുമ്പോൾ ആ ഫോണല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം നീ എന്നിൽ നിന്നും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്ന് ജോ ചോദിക്കുമ്പോൾ ഞാൻ ലൂക്ക് എന്ന് പറഞ്ഞ ആളെ സംശയിച്ചപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതെന്നും സോങ്സിന്റെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വൈൻ ഞാൻ ലൂക്കിന്റെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടിരുന്നുവെന്നും കിമ്യൂൻജെ മരിച്ച ദിവസവും അവനും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും അതുകൂടാതെ ഹാനിന്റെ ആദ്യ കാമുകൻ സൂഹോ മരിച്ചപ്പോഴും അവിടെ സിറിയയിലും അവൻ ഉണ്ടായിരുന്നു. ഹാനിന്റെ ചുറ്റുമുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അവിടെ എല്ലാം ലൂക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും അവൻ പറയുന്നത് ജോ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇതേ സമയം കിം മരിച്ചതിന്റെ അന്ന് സംശയം തോന്നിയ ആൾക്കാരുടെ ഫോട്ടോസ് പതിപ്പിച്ച ബോർഡിൽ നിന്നും ലൂക്കിനെയും അൺഇൻവൈറ്റഡ് ഗസ്റ്റായ ഹോങ്ജിയുടെയും ഫോട്ടോ എടുത്ത് ഓഫീസർ നോക്കുന്നു. ഇതിൽ ആരെ പറ്റിയാണ് ആദ്യം അന്വേഷിക്കേണ്ടതെന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നത് കാണിച്ച് ഹാൻ റൂമിൽ വൂസോക്കിനെ കാത്തിരിക്കുകയും അവൻ അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. നീ എങ്ങനെയാ കറക്റ്റ് സമയത്ത് തന്നെ ആക്സിഡന്റ് സ്പോട്ടിൽ എത്തിയതെന്ന് അവളോട് ചോദിക്കുമ്പോൾ നിനക്കപ്പോൾ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്ന് ചോദിച്ച് എനിക്ക് ഓർഫൻ ഫ്രം സിറിയ എന്ന പെയിന്റിങ്ങിൽ നിന്നും ഒരു ഹിന്റ് കിട്ടിയെന്നും അവളും ഓൺ വേൾഡ് എന്ന ഓർഗനൈസേഷനിൽ പോയി അന്നുണ്ടായിരുന്ന കോങ്ജിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് അവർക്കൊന്നും പറയാനില്ല, അതുകൊണ്ട് അയാളെ ഇനി വെയിറ്റ് ചെയ്യേണ്ട എന്ന് അവിടുത്തെ ആ ലേഡി പറഞ്ഞു. അദ്ദേഹം ഇന്ന് രാത്രി നാട്ടിലെത്തുമെന്നറിഞ്ഞ് അയാളെ കാണാനായാണ് അങ്ങോട്ടേക്ക് പോകുകയായിരുന്നു. എതിർഭാഗത്ത് കൂടി നിങ്ങളുടെ കാർ പോകുന്നതും അതിന് പിന്നാലെ മറ്റൊരു കാർ ഫോളോ ചെയ്യുന്നതും ഞാൻ കണ്ടിരുന്നു. എന്തോ ഒരു സംശയം തോന്നി ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നിങ്ങളുടെ കാർ അപകടം പറ്റി നിങ്ങൾ പരിക്കേറ്റി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നെന്നും അവൾ പറയുന്നു. ഇതൊക്കെ ചെയ്തത് ആരായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ലൂക്കായിരിക്കാം. അവൻ കോങ്ജി സത്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അയാളെ ടാർഗറ്റ് ചെയ്തതായിരിക്കാമെന്നും സൂഹോ മരിക്കുമ്പോൾ ലൂക്ക് സിറിയയിൽ ഉണ്ടായിരുന്നതിനെ പറ്റിയും അവളോട് അവൻ പറയുന്നു. സൂഹോയും ലൂക്കും തമ്മിൽ വെറും പരിചയക്കാർ മാത്രമാണെങ്കിൽ അയാൾ ഇത്രയ്ക്കും ചെയ്യേണ്ടതിന്റെ കാര്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതിനൊരു ഉത്തരം തരാൻ കഴിയുന്നത് ബോധമില്ലാതെ കിടക്കുന്ന കോങ്ജിക്ക് മാത്രമാണെന്നും അയാൾക്ക് ബോധം വന്നില്ല എന്നുണ്ടെങ്കിൽ ലൂക്കിന് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥകൾ അറിയാവൂ എന്നും അവൻ പറയുന്നുണ്ട്. വൂസോക്ക് ഓഫീസിലുള്ള തന്റെ ജൂനിയർ സ്റ്റാഫിനോട് കോങ്ജിയെ ഒബ്സർവ് ചെയ്യാനായി അവനെ സീക്രട്ടായി ഹോസ്പിറ്റലിൽ നിർത്തുന്നു. പിറ്റേന്ന് ഹാനിന്റെ ഡാഷ് ക്യാം ഫുട്ടേജസ് നോക്കുമ്പോൾ അവൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പോലീസുകാർക്കും മനസ്സിലാകുന്നു. പിന്നീട് പോർട്രേറ്റ്സ് ഓഫ് വുമൺ എന്ന എക്സിബിഷൻ റോയൽ ഓപ്ഷനിൽ നടക്കുകയും അവിടെ അതെല്ലാം നോക്കി നടക്കുന്ന ചെയർവുമൺ
സ്പാനിഷിൽ അവിടെ വന്ന ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്പെയിനിലാണോ പഠിച്ചതെന്ന് ഹാൻ ചോദിക്കുന്നത് കണ്ട് പണ്ട് ഞാൻ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു ബാഗും എടുത്ത് ഞാൻ ഇവിടം വിട്ടു പോയതാണ്. തറ തുടച്ചും വീടുപണികൾ ചെയ്തുമൊക്കെ ഞാൻ ആകെ സമ്പാദിച്ചത് ഭാഷ പഠിക്കുക മാത്രമായിരുന്നു എന്നും അതിൽ നിന്നാണ് ഞാൻ ഈ റോയൽ ഓപ്ഷൻ കമ്പനിയിൽ ഈ പൊസിഷനിലെത്തിയതെന്നും അവർ പറയുമ്പോൾ ഹാൻ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അത് കേട്ട് നഷ്ടപ്പെടാനുള്ളവനെ അതിനെ പേടിക്കേണ്ടതുള്ളൂ എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. ഹാൻ അവിടെ നിന്നും നേരെ പോയി തമിയൻ ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആർട്ട് പീസ് കൊണ്ടുപോയ അവരുടെ ഒരു വാൻ അപകടത്തിൽ കത്തി നശിച്ചു എന്നുള്ള വാർത്ത അവൾ കാണുന്നു. കോടിക്കണക്കിന് വില വരുന്ന ആർട്ട് പീസുകളാണ് അതിലുണ്ടായിരുന്നതെന്നും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ന്യൂസ് വായിച്ച് അന്ന് ആ തമിഴ് CEO ചെയർവുമൺ പറഞ്ഞ് ആ ആർട്ട് പീസ് വാങ്ങിയതും പിന്നീട് അദ്ദേഹം ബുസാനിൽ ഒരു എക്സിബിഷൻ നടത്തുന്നതിന് ഇൻവിറ്റേഷൻ കൊടുത്തതുമൊക്കെ അവൾ അങ്ങനെ ഓർക്കുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തമിഴ് ഗ്രൂപ്പ് ലേലത്തിൽ വാങ്ങിയ ആ പീസുകളുടെ ലിസ്റ്റ് അവൾ നോക്കുന്നുണ്ട്. ഇതേ സമയം അന്ന് അപകടം വരുത്തിയ കാറിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയിരുന്നു എന്നും അതുപോലെ മൂവ്മെന്റ് റൂട്ടും ഒക്കെ ജോ വൂസോക്കിന് കാണിച്ചു കൊടുക്കുന്നു. ഒരെണ്ണത്തിൽ കൊലയാളിയുടെ മുഖം പതിയുമ്പോൾ അന്ന് ഹാനിനെ ഫെലിക്സ് സ്റ്റോറേജിൽ അപകടപ്പെടുത്താൻ നോക്കിയതും ഇയാൾ തന്നെ ആയിരുന്നു എന്ന് വൂസോക്ക് ഓർത്തെടുക്കുന്നു. അങ്ങനെ ഓഫീസിലിരിക്കുമ്പോഴാണ് അനോണിമസ് ആയി വയലറ്റ് നിറങ്ങളിലുള്ള കുറേ പൂക്കളുള്ള ഒരു ഫ്ലവർ ബൊക്കെ ഹാനിന് ലഭിക്കുന്നത്. ബൊക്കെയും ഹാപ്പി ബർത്ത്ഡേ എന്ന കാർഡും കണ്ട് അവൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സുഹോയുമായി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവൻ എപ്പോഴും ഈ നിറത്തിലുള്ള പൂക്കളാണ് അവൾക്ക് നൽകാറുണ്ടായിരുന്നത്. അതൊക്കെ ഓർത്ത് ടെൻഷനായി അവൾ കൂടെ ഉണ്ടായിരുന്ന ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ മരിച്ച സുഹോയുടെ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കാണുന്നു. അവൾ അത് കണ്ട് വേഗം അവിടെ നിന്ന് മാറുകയും ആരുമില്ലാത്ത ഒരിടത്ത് ചെന്നിരുന്ന് ആ ഫോൺ നോക്കുകയും ചെയ്യുന്നു. അതിലുണ്ടായിരുന്ന ഒരു വീഡിയോ ഓണാക്കുമ്പോൾ സുഹോ സിറിയയിൽ വച്ച് ഹാനിന് അയച്ചു കൊടുക്കാനെടുത്ത ഒരു വീഡിയോ മെസ്സേജ് കാണുന്നു. അതിൽ എന്നെ ഒഴിവാക്കി നീ ഇപ്പോൾ സന്തോഷവതിയാണല്ലേ, ഞാനിനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്നും മരിച്ചാലെങ്കിലും എനിക്ക് നിന്നോടൊപ്പം നിൽക്കാമല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന സുഹോ പെട്ടെന്ന് ചിരിക്കുകയും നിനക്ക് തോന്നാം ഞാൻ ഭ്രാന്ത് പറയുകയാണെന്ന്, എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നും എന്നെ ഓർക്കുമല്ലോ എന്നും പറയുന്നത് കാണിച്ച് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സുഹോ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഹാൻ അത് റിജക്റ്റ് ചെയ്തായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ രണ്ടാണെന്നും എനിക്കിപ്പോഴാണ് റോയൽ ഓപ്ഷൻ കമ്പനിയിൽ ഇന്ത്യയുടെയായിട്ട് ജോലി കിട്ടിയതെന്നും എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും പറയുമ്പോൾ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ ജീവിതത്തിൽ ഞാൻ യോഗ്യനല്ല എന്നാണോ എന്നവൻ ചോദിക്കുകയും ആ റിങ് എടുത്തെറിയുകയും ചെയ്യുന്നു. പിന്നീട് അവൾ ജോലിക്ക് പോകുമ്പോഴും നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്നും നീ ആരുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഒക്കെ ഒരുപാട് ടോക്സിക്കായി അവളോട് അവൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുകയായിരുന്നെന്ന് പറഞ്ഞപ്പോഴും നീ ആ ഫോട്ടോഗ്രാഫറുടെ കൂടെയാണോ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ മതി നിർത്താൻ പറഞ്ഞത് കേട്ട് നിനക്ക് ഞാനുമായി ബ്രേക്കപ്പ് ആവണമല്ലേ, ഞാൻ മരിക്കണമെന്നാണല്ലേ നിന്റെ ആഗ്രഹമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന് ആ അതെ എന്ന് പറഞ്ഞ് ഹാൻ ഫോൺ കട്ട് ചെയ്തായിരുന്നു. എൻ്റെ മരണത്തിന് നീയാണ് ഉത്തരവാദിയെന്ന് ആ വീഡിയോ മെസ്സേജ് കണ്ട് അവൾ പാനിക് ആവുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം സുഹോയുടെ മെമ്മറി സൂക്ഷിക്കുന്ന സ്ഥലത്ത് ലൂക്ക് നിൽക്കുന്നു. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന ജോ വൂസോക്കിനോട് ഓഫീസർ ലൂക്കും ഹാനും ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് കരുതിയിരിക്കുന്നത് എന്നും നിങ്ങളുടെ ആക്സിഡന്റിന് പിന്നിലും ഹാൻ ആണെന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറയുമ്പോൾ കാർ ഓടിച്ചയാളുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടാൽ ആരാണ് കൊലപാതകയെന്ന് നമുക്ക് കറക്റ്റായി അറിയാൻ കഴിയുമെന്നും അവളോട് അവൻ പറയുന്നു. പിന്നെ അവർ രണ്ടാളും കാർ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുകയും അങ്ങനെ വർക്ക്ഷോപ്പിൽ പൊളിഞ്ഞു കിടക്കുന്ന ആ കാർ അവർ കണ്ടെത്തുകയും അതിൽ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നും അവർ നോക്കുന്നുണ്ട്. അതിൽ നിന്നും ആൽഫ ടവറിന്റെ ഒരു കാർഡ് അവർക്ക് കിട്ടുന്നു. അവിടെയായിരുന്നു ലൂക്കിന്റെ യുവർ ഹോം എന്ന ഓഫീസ് എന്നും വൂസോക്ക് മനസ്സിലാക്കുന്നു. പിന്നീട് വീട്ടിലെത്തി തനിക്ക് കിട്ടിയ ആ ബൊക്കെയും ഫോണിനെയും നോക്കി ഹാൻ ഇരിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ കണ്ട് അതൊരു ഇടത് കൈ കൊണ്ട് എഴുതിയതാണെന്നും അവൾക്ക് മനസ്സിലാക്കുന്നു. ലൂക്ക് ഇടത് കൈ ഉപയോഗിക്കുന്നത് അപ്പോൾ അവൾ ഓർക്കുന്നു. വൂസോക്ക് ആ സമയം കേക്കും ബൊക്കെയുമായി അങ്ങോട്ടേക്ക് വരികയും അവനെ കാണുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അനോണിമസായി വന്ന ആ ബൊക്കെയും ബർത്ത്ഡേ കാർഡും ലൂക്ക് അയച്ചതാണെന്ന് തോന്നുന്നു എന്നും സുഹോ എനിക്ക് എപ്പോഴും തരാറുള്ള പൂക്കളാണ് ഇതെന്നും അവനിതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞു എന്നും എനിക്ക് അറിയില്ല എന്നും പറയുമ്പോൾ വേറെ എന്തെങ്കിലും മെസ്സേജ് അതിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ അവന് ആ ഫോൺ എടുത്തു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ഹാനിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി ഹോങ്ജിയുടെ ബാറിൽ ദൂരെ ഒരു സ്ഥലത്തു നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി കേക്കുമായി യുൻഹോക്ക് വെയിറ്റ് ചെയ്തു.
എല്ലാ വർഷവും തങ്ങളുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാറുള്ള ഹാനിനെ കാണാതെ അവസാനം ഹോങ്ജി അതെടുത്തു കഴിക്കുന്നു. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വൂസോക്ക് ഒരു ഫയൽ അവൾക്ക് കൊടുക്കുകയും അവളത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ഇൻഷുറൻസ് പോളിസി വൂസോക്കിന്റെ പേരിൽ എടുത്തിരിക്കുന്നതും അതിൽ ബെനിഫിഷ്യറിയായി അവളുടെ പേര് കൊടുത്തിരിക്കുന്നതും കണ്ട് അവൾക്ക് ദേഷ്യം സഹിക്കാനാകാതെ അവൾ അത് വലിച്ചു കീർന്നു. നിനക്കിതൊക്കെ തമാശയാണോ? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നും അവനോട് ചോദിക്കുമ്പോൾ ഇതവനെ കൊടുക്കാൻ വേണ്ടിയാണെന്നും കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്നും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുകയോ ചെയ്താലോ എന്നും ഒരിക്കലെങ്കിലും നമ്മൾ കാരണം ഒരാൾ മരണപ്പെട്ടു എന്ന കുറ്റബോധം പേറി ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നും അവനോട് കരഞ്ഞുകൊണ്ട് ഹാൻ ചോദിക്കുമ്പോൾ ഉണ്ട്, എൻ്റെ ഒരേ ഒരു സിസ്റ്റർ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കത് ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. വൂസോക്കിന്റെ പാരൻസ് മരിച്ചതിനു ശേഷം അവരെ നോക്കിയത് അവരുടെ മുത്തശ്ശിയായിരുന്നു. അവരുടെ മരണശേഷം അവൻ അവന്റെ അനിയത്തിയും അനിയത്തിക്ക് അവനും എന്ന രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അനിയത്തിയായിരുന്നുവെങ്കിലും അവന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ചെയ്തത് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നും അവളായിരുന്നു. അങ്ങനെ എനിക്ക് പോലീസ് ജോലി കിട്ടുകയും ചെയ്തു. ക്രിമിനൽസിനെ പിടിക്കാനുള്ള പരക്കം പാച്ചലിൽ ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ മറന്നുപോയെന്നും ഞാനെന്ന് അവളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അപകടം നടക്കില്ലായിരുന്നു എന്നും അവളുടെ മരണശേഷം ഞാൻ ഭ്രാന്തനെ പോലെ കേസുകൾ നോക്കാൻ തുടങ്ങിയെന്നും എന്റെ ജീവിതാവസാനം വരെ ക്രിമിനൽസിനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ആ ഗിൽറ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ല എന്നും ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നും പറയുമ്പോൾ അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ആക്സിഡന്റ് സമയത്ത് ഷോൾഡർ വേദന ഉണ്ടെന്ന് മനസ്സിലാക്കിയ വൂസോക്കിന് ഹാൻ തണുപ്പ് വെച്ചു കൊടുക്കുന്നു. ഇനി ഇങ്ങനെ അപകടം ഉണ്ടാക്കരുതെന്നും പറഞ്ഞ് അവർ കണ്ണിൽ കണ്ണിൽ നോക്കുകയും പരസ്പരം ചുംബിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ആശുപത്രിയിൽ കിടക്കുന്ന കോങ്ജിക്ക് ബോധം വരികയും അക്കാര്യം ജൂനിയർ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞ് എന്തോ ഒരു കാര്യം അവനോട് പറയുകയും ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നും വൂസോക്ക് പറയുന്നു. അവൻ പോകുന്നത് നോക്കി ഹാൻ മുകളിൽ നിൽക്കുകയും പിന്നീട് ആരെയോ ഫോൺ വിളിക്കുന്നതായും നമുക്ക് കാണാം. പിന്നീട് ഹോസ്പിറ്റലിൽ ആരും കാണാതെ ഡോക്ടറുടെ വേഷത്തിൽ കോങ്ജിയുടെ റൂമിലേക്ക് ഒരാൾ കയറുകയും അയാൾ കൊണ്ടുവന്ന ഒരു പോയിസൺ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നും പോയി. യഥാർത്ഥത്തിൽ രോഗിയായി അവിടെ കിടന്നത് വൂസോക്ക് പറഞ്ഞ് അവന്റെ ജൂനിയർ ആയിരുന്നു. കോങ്ജിയെ സേഫായി തന്നെ മറ്റൊരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വന്ന വൂസോക്കിന് പക്ഷേ അയാളെ കണ്ടെത്താനായില്ല. വേസ്റ്റ് ബിന്നിൽ നിന്നും അയാളുടെ കോട്ടും ഇഞ്ചക്ട് ചെയ്ത മരുന്നും കിട്ടുകയും അത് ഫോറൻസിക്കിനായി അയച്ചു കൊടുക്കാൻ ജൂനിയറെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വൂസോക്ക് കോങ്ജിയെ കാണുകയും ലൂക്കിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾ ലൂക്കും സുഹോയും ഒരുമിച്ച് നിൽക്കുന്ന അന്ന് സിറിയയിൽ വെച്ചെടുത്തൊരു ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കുകയും അന്ന് അവിടെ വെച്ച് ഒരു ഭീകരാക്രമണം നടക്കുകയും അവിടെ വെച്ച് സുഹോ മരിക്കുകയും ലൂക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ആയിരുന്നു എന്നും അവർ സഹോദരങ്ങളെ പോലെ ആയിരുന്നു അവിടെ കഴിഞ്ഞിരുന്നതെന്നും വിഷമത്തോടു കൂടി അയാൾ പറയുന്നു. സർജറിക്കായി അവൻ കൊറിയയിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം ഞാൻ അവനെ കണ്ടിട്ടേയില്ല. തൻ്റെ ഗേൾഫ്രണ്ടുമായി സുഹോ ബ്രേക്കപ്പ് ആയതിനു ശേഷം എപ്പോഴും അവന് മരിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാണിംഗ് വന്നിട്ട് പോലും അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല. ആ സമയം ലൂക്ക് അവനെ രക്ഷിക്കാൻ പോയപ്പോഴാണ് ലൂക്കിനെന്ന് പരിക്കു പറ്റിയതെന്നും പറഞ്ഞ് നേരെ കാണിക്കുന്നത് സുഹോയുമായി അന്നെടുത്ത ഫോട്ടോ ഓഫീസിലിരിക്കുന്ന ലൂക്ക് നോക്കിയിരിക്കുകയും പിന്നീട് അത് അവൻ കത്തിച്ചു കളയുകയും ചെയ്യുന്നു. സുഹോയുടെ ഫോൺ അവൾ നശിപ്പിക്കാൻ പോകുമ്പോഴാണ് സുഹോയുടെ മെമ്മറികൾ സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തിയെന്നും പറഞ്ഞുള്ള വൂസോക്കിന്റെ മെസ്സേജ് അവൾക്ക് കിട്ടുന്നത്. പിറ്റേന്ന് അങ്ങനെ ആ മെമ്മറീസ് വച്ചിരിക്കുന്നിടത്തേക്ക് അവൾ പോവുകയും ആ സമയം വൂസോക്ക് അങ്ങോട്ട് വരികയും ചെയ്യുന്നു. സത്യത്തിൽ അവനവൻ്റെ ജീവൻ എടുക്കാൻ പോവുകയാണെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് അവൻ അന്നയച്ച വീഡിയോ അവന് ഹാൻ കാണിച്ചു കൊടുക്കുന്നു. ഞാനിത് നേരത്തെ കാണിക്കാത്തത് നീ ചിലപ്പോൾ ഞാൻ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊന്നതാണെന്ന് കരുതും. അന്ന് ജോയോട് നീ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടെന്നും പറയുമ്പോൾ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ എപ്പോഴും നിന്നെ വിശ്വസിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് അവളെ അത് പറഞ്ഞവൻ ക്ലിയർ ആക്കുന്നു. അന്ന് അവസാനമായി വിളിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ പ്രതികരിക്കാതിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്ന് അവൾ പറയുമ്പോൾ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കെ, അതൊരിക്കലും നിന്റെ പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്ത് സുഹോയ്ക്ക് വേണ്ടി ലൂക്ക് തന്നോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ന് അവൾ പറയുമ്പോൾ എങ്കിൽ അവനും നമ്മൾ നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് വൂസോക്ക് പറയുന്നു. പിന്നീട് ആക്സിഡന്റ് ഉണ്ടാക്കിയ കാറിലെയും കോങ്ജിയെ കൊല്ലാൻ വന്ന ആളുടെ കോട്ടിൻ്റെയും DNA സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടും 34 വയസ്സുള്ള ലൂക്കിനൊപ്പം സിറിയയിൽ വർക്ക് ചെയ്തിരുന്ന
കിങ്സുങ് എന്ന ആളാണ് ചെയ്തതെന്ന് പോലീസുകാർ കൺഫേം ആക്കുന്നു. പക്ഷേ ലൂക്കിനെ കാണാൻ വന്നതിൽ സോളിഡ് എവിഡൻസ് ഇല്ലാതെ ലൂക്കിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന ആശങ്കയിലാണ് അവർ. പിന്നീട് ലൂക്കിനെ പൂട്ടാനായി തന്റെ ബാഗിൽ ഒളിക്യാമറയും വെച്ച് ലൂക്കിനടുത്തേക്ക് എക്സിബിഷൻ ഇൻവൈറ്റ് ചെയ്യാനായി ഹാൻ ചെല്ലുകയും ഇതെല്ലാം ആ ഓഫീസിന്റെ വെളിയിൽ കാറിലിരുന്ന് ഹാക്കറും വൂസോക്കും നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. പോരാത്തതിന് ഹാക്കർ അവിടുത്തെ CCTV ക്യാമറ ഫൂട്ടേജസ് ഹാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇതേ സമയം ലൂക്ക് കിങ്സുങ്ങിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടത് കൊണ്ട് തന്നെ ആ സമയത്തുള്ള എല്ലാ CCTV ഫൂട്ടേജസും ഡിലീറ്റ് ചെയ്യാൻ ഓർഡർ ഇടുന്നു. അങ്ങനെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്ന ഹാനിനെ ലൂക്ക് കാണാനെത്തുകയും റോയൽ ഓപ്ഷൻ കമ്പനിയിൽ അടുത്ത് നടക്കാൻ പോകുന്ന എക്സിബിഷൻ പ്രിവ്യൂയിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡ് നൽകുകയും ചെയ്യുന്നു. സ്റ്റെല്ലറിന്റെ പെയിന്റിംഗ് സൂക്ഷിച്ചു വെച്ച നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു വരില്ലേ എന്നും നിങ്ങൾക്ക് പേടിയില്ലെന്നും അവൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ മുഖഭാവം പെട്ടെന്ന് മാറുകയും മറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു, ഇനി വെളിച്ചത്തിലേക്ക് വരാം, അതിന് ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടതെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഓർഫൻ ഫ്രം സിറിയ എന്ന പെയിന്റിംഗ് നിങ്ങളെ എന്തുകൊണ്ടാണ് അത്രയും സ്വാധീനിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൽ എന്നെ തന്നെ കാണാൻ പറ്റിയെന്നും യുദ്ധത്തിൽ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞിനെ പോലെയായിരുന്നു താൻ ജീവിച്ചതെന്നും ഒന്നും സംഭവിച്ചില്ല എന്ന് അറിയിക്കാൻ വലിയൊരു മുഖംമൂടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും അവൻ പറയുന്നേരം ഹാക്കർ ഡിലീറ്റ് ചെയ്ത CCTV ദൃശ്യങ്ങൾ റിവൈവ് ചെയ്തെടുക്കാൻ നോക്കുകയും അതിലവൻ സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കോങ്സിയുടെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ലൂക്കിനെയും കൊണ്ട് കാറിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വൂസോക്കിന് കിട്ടുന്നു. ഹാൻ സൂഹോയെ അത്രയ്ക്ക് അറിയുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ സൂഹോ നീ കാരണമാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന്, അല്ലെങ്കിൽ സൂഹോ മരിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഞാൻ വന്നെന്നാണോ നീ കരുതിയതെന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ അവൻ അത് പറഞ്ഞ് അവളുടെ കണ്ണിൽ നോക്കി നിൽക്കുന്നതും അവൾ അപകടത്തിലാണെന്ന് അറിഞ്ഞ് വൂസോക്ക് അങ്ങോട്ടേക്ക് ഓടുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.